തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. ഞാൻ ഒന്നുകൂടെ ഹോസ്റ്റലിൽ പോയി അന്വേഷിക്കട്ടെ. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ ലീവാണെന്ന് പറഞ്ഞാൽ മതി. നീ എവിടേക്കാ പോണേ? വീട്ടിലേക്ക്. ഞാനിന്ന് ലീവാ. ലീവ് എടുക്കണമെങ്കിലേ വീട്ടിൽ നിന്ന് വിളിച്ചു പറയണം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കണം. അല്ലാതെ കമ്പനി വന്ന് രജിസ്റ്റർ ഒപ്പിട്ടതിന് ശേഷമല്ല ലീവ് പറയേണ്ടത്. അല്ല, നീ ഇപ്പൊ എന്തിനാ ലീവ് എടുക്കണേ? അതൊക്കെ എന്തിനാ ഞാൻ സാറിനോട് പറയുന്നത്? ലീവാണെന്ന് സാറിനെ അറിയിക്കേണ്ടത് ഒരു മര്യാദയാണ്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പോവാ. അങ്ങനെ നിന്റെ ഇഷ്ടത്തിനും വരാനും പോവാനും ഇത് നിന്റെ അച്ചിവിടല്ല. ഇവിടെ എന്തുമാത്രം ജോലിയാ ബാക്കിയുള്ളതെന്ന് നിനക്കറിയോ? ചുമ്മാ ഇറങ്ങി പോവാനൊന്നേ ഞാൻ സമ്മതിക്കില്ല. കാരണം എന്താന്ന് പറടാ. കാരണം പറഞ്ഞാൽ സാറിന്റെ പ്രശ്നം തീരൂ. ഞാൻ പേഴ്സണലായ ഒരു ആവശ്യത്തിനാ പോകുന്നത്. ഇതൊക്കെ ഒരു കാരണാണടാ. വ്യക്തമായിട്ട് പറയടാ. നീ പാറു എന്ന് പറയാനല്ലേ വന്ന്? പാറുവിന്റെ കൂടെ പുറത്ത് ഇറങ്ങാനുള്ള പരിപാടി ആയിരിക്കല്ലേ? അവളൊന്ന് വന്നല്ലേ? ബീച്ചിലും പാർക്കിലും തിയേറ്ററിലൊക്കെ കറങ്ങാനുള്ള പരിപാടി ആയിരിക്കും. ആവശ്യമില്ലാത്ത വർത്തമാനം പറയണ്ട സർ. ഞാൻ ലീവാണെന്ന് പറഞ്ഞു, പേരിന് കാരണവും പറഞ്ഞു. ഇനിയും നിങ്ങളോട് സംസാരിച്ച് നിൽക്കാൻ എനിക്ക് സമയമില്ല. കൈലാഷ് സാറ് നിങ്ങളോട് രണ്ടുപേരോടും ക്ഷമിച്ചു എന്ന് കരുതി എനിക്ക് നിങ്ങളെ സഹിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ലീവ് എടുക്കുന്നതും അതും തമ്മിൽ എന്താ ബന്ധം? വെറുതെ വിഷയം മാറ്റാൻ നിൽക്കരുത്. ഞാൻ എന്തായാലും പോവും. സാറിന് വേണമെങ്കിൽ എന്റെ ശമ്പളം പിടിക്കാം, ഇല്ലെങ്കിൽ മുകളിൽ റിപ്പോർട്ട് ചെയ്യാം. എനിക്ക് ഒരു വിരോധവും ഇല്ല. ഞാൻ പോവാ. കൈയെടുക്ക് സാറേ. പറ്റില്ല. ഇനി മേല എന്റെ ദേഹത്ത് കൈവച്ചു പോരുത്. മോന, ഇയാൾക്ക് നല്ല വൃത്തിക്ക് ഒരു ലീവ് ലെറ്റർ എഴുതി കൊടുത്തേക്ക്. ശരി. റിപ്പോർട്ട് കിട്ടാൻ വൈകോ സിസ്റ്റർ? അത്യാവശ്യമാണെങ്കിൽ ഇന്ന് തന്നെ തരാം. പക്ഷെ 1 മണിക്കൂർ കാത്തിരിക്കേണ്ടി വരും. സാരമില്ല, റിസൾട്ട് ഇന്ന് തന്നെ കിട്ടുമെങ്കിൽ ഞാൻ കാത്തു നിന്നോളാം. ശരി, എന്നാ കുട്ടി അങ്ങോട്ട് ഇരുന്നോളൂ. റിസൾട്ട് ആയി കഴിഞ്ഞാൽ ഞാൻ വിളിക്കാം. ശരി. നമ്മളിവിടെ കുറെ നേരം ഇരിക്കേണ്ടി വരുമോ മാഡം? ടെസ്റ്റുകളെല്ലാം എടുത്തു കഴിഞ്ഞില്ലേ? 1/2 മണിക്കൂറിനകം റിസൾട്ട് വരും. അത് നോക്കിയിട്ട് ഡോക്ടർ എന്താ വേണ്ടെന്ന് പറയും. അവരെങ്ങാനും എന്നോട് ഇവിടെ അഡ്മിറ്റ് ആവാൻ പറയൂ. എന്റെ വീട്ടുകാരെല്ലാം പേടിക്കും മാഡം. അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ ധൈര്യമായിട്ടിരിക്കെ. ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്. ഭൂമിക മാഡം സിസിൽ ചേച്ചിയും ഇവിടെ തന്നെയാണോ ചെക്കപ്പിന് വന്നത്? റിസൾട്ട് വരട്ടെ. നമുക്ക് എന്തായാലും വെയിറ്റിംഗ് ഏരിയയിൽ പോയിരിക്കാം. അവരെന്നെ കണ്ട ആകെ പ്രശ്നമാവും. Are you all right? Okay. വാ. നിന്റെ പഴയ ഹോസ്പിറ്റലിലെ റിപ്പോർട്ട് ഒന്ന് കാണിക്കാമോ?
ദാ, പരിചയമുള്ള ആരും ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാ ഇത്രയും ദൂരെയുള്ള ആശുപത്രിയിലേക്ക് വന്നത്. അപ്പോ ഇവരിങ്ങോട്ട് തന്നെ തെരഞ്ഞു പിടിച്ചു വന്നു. എന്ത് ചെയ്യും ഈശ്വരൻ? കൈലാഷ്, I think today's meeting went well. എക്സാക്ട്ലി. Yeah. എന്നാ ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്. Okay.